ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ മേൽപ്പാലത്തിനടിയിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ സമരം. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ മേൽപ്പാലത്തിനടിയിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ സമരം. എയ്ഡ് ഡയറക്ടർ ജയൻ ജോസഫ് പട്ടത്താണ് പ്രതീകാത്മക സമരം നടത്തിയത്. രാവിലെ 10-ന് ആരംഭിച്ച സമരം വൈകിട്ട് 5-ന് സമാപിച്ചു. മേൽപ്പാലത്തിനടിയിൽ മലമൂത്ര വിസർജനം നടത്തുന്നതിനെതിരെയും പരസ്യമായി പകൽ സമയങ്ങളിൽ പോലും മദ്യപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം. ഇവിടെ അനാശാസ്യ പ്രവൃത്തികൾ നടക്കുന്നതായും ജയൻ പട്ടത്തിൽ ആരോപിച്ചു. MP, MLA, മുനിസിപ്പൽ ചെയർമാൻ, പോലീസ് എന്നിവർ നിഷ്ക്രിയരായെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ പ്രതിഷേധ സമരം ചാലക്കുടി എന്ന ഏറ്റവും നല്ല മനോഹരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പട്ടണത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ, അതായത് പകലും രാത്രിയും പരസ്യമായിട്ട് മദ്യപിക്കാനുള്ള ഏക സ്ഥലം ഇപ്പോൾ ചാലക്കുടിയായി മാറി. അതുപോലെ തന്നെ പരസ്യമായിട്ട് തന്നെ മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ മലവിസർജനം നടത്തുക, ഇത് ഈ അടിപ്പാതയുടെ അടിയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇരുട്ടായി കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള മ്ലേച്ഛമായുള്ള പരസ്ത്രീ പുരുഷ ബന്ധം എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇതെല്ലാം ഇവിടെ നടക്കുന്ന സ്ഥലമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വാസ്തവത്തിൽ MLA ഉണ്ട്, MP ഉണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ, മറ്റു നേതാക്കൾ, ഇവരാരും തന്നെ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് പലപ്പോഴും. ഇതിന് ലിമിറ്റേഷനൊക്കെ ഉണ്ടെന്ന് നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ നടക്കുന്ന അനീതികൾ കാണാതെ മുന്നോട്ട് പോകുന്നത് ജനപ്രതിനിധികൾക്ക് യോജിച്ച ഒരു കാര്യമല്ല. ഇതിനെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കണം. അതുപോലെ പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും ശക്തമായ നടപടി ഉണ്ടാവണം. രാത്രിയായാലും പോലീസ് പട്രോളിംഗ് ഒക്കെ നടത്തി ഇവിടെ നടക്കുന്ന ഈ തേർവാഴ്ച നിർത്തണമെന്നാണ് വിനീതമായിട്ട് അപേക്ഷിക്കുന്നത്.